പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാബു പടിയത്തിന്റെ ചിത്രങ്ങളുടെ പ്രദർശനത്തിന് തുടക്കമായി. ലാഞ്ചി എന്ന പേരിൽ നിളയോര പാതയിലാണ് ചിത്രപ്രദർശനം ആരംഭിച്ചത്. എന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് വരച്ചിട്ടുണ്ട്. ആ ഒരു രീതി എൻ്റേതായ ശൈലി ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചിത്രകലയിലേക്ക് വന്നതും ഒന്നും കൂടുതലിപ്പോൾ പറയുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ തുടക്കം ഈ പുരോഗമന കലാസാഹിത്യ സംഘം അതുപോലെ സംഘടനകളുടെ ഓരോ ചിത്രങ്ങൾ വരച്ചിട്ടും അതുപോലെ തന്നെ എഴുതിയിട്ടും ചുമരെഴുത്തുകളിലും എല്ലാം കൂടിയിട്ടാണ് ഞാനിങ്ങനെ എത്തിയതെന്നുള്ളതൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞതും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതൊക്കെയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ ചിത്രങ്ങൾ എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. മാത്രമല്ല ഇതിൽ പൊന്നാനിയുടെ ശരിക്കും ഒരു തീവ്രമായിട്ടുള്ള ഒരു സംസ്കാരം വിളിച്ചോതുന്ന ചിത്രങ്ങളാണ്. അതിൽ സാധാരണ ജീവിതങ്ങളാണ് അതിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങൾ, അതുപോലെ പക്ഷികൾ, എത്ര മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വളരെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമാർഗം എന്നുള്ള നിലയിൽ അദ്ദേഹം വരച്ചു തുടങ്ങിയൊരു വ്യക്തി. അതിൽ നിന്നും അദ്ദേഹം ഒരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലേക്ക്, എല്ലാം ക്രിയേറ്റീവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പിക്ചേഴ്സിലേക്ക് അദ്ദേഹം നടന്നെടുത്തത് അതൊക്കെ ഒരു നമ്മളുടെ ഉള്ളിലുള്ളൊരു സർഗാത്മകതയുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. സംവിധായകൻ ഷാനവാസ് കെ ഭാവക്കുട്ടി മുഖ്യ അതിഥിയായി. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് KS പ്രഭാത് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളീയ ആധുനികതയുടെ ദൃശ്യാഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുധീഷ് കോട്ടയമ്പ്രം പ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി, മേഖലാ സെക്രട്ടറി ഇമ്പിച്ചുകോയ K, പ്രോഗ്രാം കൺവീനർ താജ് ബക്കർ, ഹബീബ് സർഗം, ചിത്രകാരൻ ബാബു പടിയത്ത്, ബാബു താണിക്കാട്ട്, M ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. PGTV ന്യൂസ് പൊന്നാനി.